പ്രിയപ്പെട്ട മനുഷ്യരോട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയാനിരിക്കുന്നത് ഒരുപാട് വേദന നിറഞ്ഞൊരു വാർത്തയാണ്. വാർത്തയെന്ന് പറയുമ്പോൾ അത് എന്നെക്കൂടി ബാധിച്ച, അല്ലെങ്കിൽ എനിക്കും കൂടി ബാധിക്കപ്പെട്ട, മനസ്സിന് വേദന തോന്നിയ ഒരു വലിയ വേദന തോന്നിയൊരു വാർത്ത. നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഇന്നലെ രാവിലെ പാലക്കാട് കൊട്ടേക്കാട് പുഴ മുറിച്ച് കിടക്കുന്ന ആനക്കൂട്ടത്തെ പകർത്തുന്നതിനിടയിൽ മാതൃഭൂമി ന്യൂസിൻ്റെ ക്യാമറാമാൻ മുകേഷ് കാട്ടാനയുടെ ചവിട്ടും ഇടിയുമൊക്കെയായിട്ട് മരണപ്പെട്ട കാര്യം ഇന്നലെ രാവിലെയാണ് പാലക്കാട് കൊട്ടേക്കാട് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു 3 പേരുണ്ടായിരുന്നു എന്നാണ് ന്യൂസിലൊക്കെ പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞാൽ രാത്രിയാണ് അറിഞ്ഞത്. മാതൃഭൂമി ന്യൂസിലെ മാതൃഭൂമിയുടെ ഓൺലൈൻ പങ്ക്തിയിലെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ഒരു കോളം മുകേഷ് എഴുതിയിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ കഥ. അതിലൊരാൾ DJ ആയിരുന്നു, ഞാനായിരുന്നു. അന്ന് മുതൽ ഫ്രണ്ടാണ്. എന്തെങ്കിലുമൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടാൽ, അല്ലെങ്കിൽ അതിനൊരു അഭിപ്രായം പറയാൻ, സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു മനസ്സ് കാണിച്ചിരുന്ന, ഒപ്പം നിന്ന ഒരു മനുഷ്യൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ രാവിലെ ഒന്നും ഈ വാർത്ത അറിഞ്ഞിരുന്നില്ല. വൈകുന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് ഏഷ്യാനെറ്റിലെ ഒരു പ്രൊഡ്യൂസറാണ്. പുള്ളിക്കാരൻ ഇട്ടിരുന്നൊരു പോസ്റ്റ് കണ്ടിട്ടാണ് ഞാനിത് അറിയുന്നത്. മുകേഷ് മാതൃഭൂമി എന്ന് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു തീ ഇങ്ങനെ പാളിപ്പോയി. ഞാൻ പെട്ടെന്ന് ചെന്ന് വാട്സപ്പ് എടുത്ത് നോക്കി. ലാസ്റ്റ് സീൻ രാവിലെ 8 മണിക്ക്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ന്യൂസിൽ കയറി നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. രാവിലെ മരണപ്പെട്ടു. ദൈവമേ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഈ സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോഴും ഇപ്പോഴും എൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറയുകയാണ്. പറയുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ പൊട്ടുകയാണ്. അപ്പോൾ എന്തുമാത്രമായിരിക്കും മുകേഷിൻ്റെ വീട്ടിലെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാൻ ആ മാതൃഭൂമിയുടെ ന്യൂസ് എല്ലാം കണ്ടു. ആ അമ്മയുടെ വിളി, എൻ്റെ പൊന്നുമോനെ ഞാൻ ഇനി എന്ന് കാണുമെന്ന് ഉള്ള അതൊരു വല്ലാത്ത ഒരു നിസ്സഹായ അവസ്ഥയാണ്. ഒരമ്മയുടെ വേദന. മുകേഷിൻ്റെ ഭാര്യ ടിഷ എന്ത് വേദനയിലാണ് പൊട്ടിക്കരയുന്നതെന്നൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞാനാണെങ്കിലേ, ഞാൻ ഈ മുകേഷുമായിട്ട് നിരന്തരം സംസാരിച്ചിരുന്ന ഒരാളല്ല. വിശേഷ ദിവസങ്ങളിലെല്ലാം വിഷ് ചെയ്യും, പുള്ളിക്കാരൻ വിഷ് ചെയ്യും. ഞാൻ വീഡിയോ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇട്ട് കൊടുക്കുമ്പോൾ ദിജ ഇന്നതാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതങ്ങനെ ചെയ്യണം, നല്ലതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ. അത്രയൊന്നും നമ്മളെ ചേർത്ത് പിടിക്കാൻ തക്കതായ ബന്ധമൊന്നും ഇല്ലാത്ത മനുഷ്യരെ നമ്മളെ അത്രയധികം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് അത് വലിയൊരു സമ്പത്താണ്. ഞാൻ ഇന്നലെ വോയിസ് എടുത്ത് കേൾക്കുമ്പോൾ ദൈവമേ, ഇനി ഈ വോയിസ് ഒരിക്കലും കേൾക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചിൽ ഭയങ്കര ഇങ്ങലായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവമേ, എനിക്ക് മുമ്പേ എനിക്ക് പ്രിയപ്പെട്ട ആരും പോകരുതെന്ന് ഞാൻ എന്തുമാത്രം നിന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ മനുഷ്യരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. മരണം നമ്മോടൊപ്പം ഉള്ളതാണ്. ഏത് നിമിഷവും നമുക്ക് സംഭവിക്കാവുന്നതാണ്. നമ്മളൊക്കെ കാലാകാലങ്ങളോളം ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഞാനിപ്പോഴും പറയുന്നു, ഈ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ പ്രാർത്ഥനയോടുകൂടിയാണ് ജീവിക്കുന്നത്. എന്താണ് എൻ്റെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ, ഒരു ഭയങ്കര സന്തോഷം വരുമ്പോൾ ഞാൻ ഒരിക്കലും മറക്കാറില്ല. എൻ്റെ ഉള്ളിൽ എപ്പോഴും അടുത്ത നിമിഷത്തിൽ ഞാൻ കരയുമോ എന്നൊരു ആശങ്കയുണ്ടാവും. അത് ചിലരൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. പേടിയുടെ അസുഖം, അല്ലെങ്കിൽ പേടിയുടെ അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണെന്ന് പറയും. പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ പ്രായമായ ആൾക്കാരാണ് മരിച്ചു പോകുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ചെറുപ്പക്കാർക്കാണ് ചെറുപ്പത്തിൽ തന്നെ ആൾക്കാരെ ഇല്ലാതായി പോകുന്നുണ്ട്, ജീവൻ അറ്റു പോകുന്നുണ്ട്. എത്ര പേരാണ് അങ്ങനെ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സങ്കടം തോന്നുന്നു. ഒരുപാട് പേര് മരണം ആഗ്രഹിക്കുന്നവരുണ്ട്, എനിക്ക് ജീവിക്കണ്ട എന്നാഗ്രഹിക്കുന്നവരുണ്ട്. ഒത്തിരി പേര് ജീവനിലെ കൊതിയുള്ളവരുണ്ട്.
എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവനോട് നമുക്കൊരു കൊതി ഉണ്ടാവരുത് എന്നാണ്, നമുക്കൊരു ആർത്തി ഉണ്ടാവരുത്. ഇനിയും നമ്മൾ ജീവിക്കും, കുറേ കാലം നമ്മൾ ജീവിക്കും എന്നൊരു ആർത്തി ഉണ്ടാവരുത്. ഒരിക്കലും നമ്മൾ ഈ സന്തോഷം എന്നും നിലനിൽക്കുമെന്ന് കരുതരുത്. നമ്മളെപ്പോഴും നമ്മളെക്കാട്ടിൽ വേദനയുള്ള മനുഷ്യന്മാരോടൊപ്പം ആയിരിക്കണം നിൽക്കേണ്ടത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭയങ്കര ആർഭാടത്തിൽ ജീവിക്കുന്ന, പണമൊക്കെയുള്ള, ധാരാളിത്തത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒത്തിരി സാമ്പത്തികമായിട്ട് മുന്നോട്ട് ഉള്ള കുടുംബങ്ങളിലുള്ള ആൾക്കാരുടെ സംസാരങ്ങളിലെ ധാർഷ്ട്യം ഞാൻ പലപ്പോഴും ഇങ്ങനെ മനസ്സിലാലോചിച്ചിട്ടുണ്ട്. ദൈവമേ, അടുത്ത നിമിഷം ഇല്ലാതായി പോകുന്ന എത്രയെത്ര മനുഷ്യന്മാരാണുള്ളത്. വെറും നിസ്സഹായരാണ് ഈ മനുഷ്യരെന്ന് പറയുന്നത്. ചിലർക്ക് ദൈവവിശ്വാസം ഉണ്ടാവാം, ചിലർക്ക് ദൈവവിശ്വാസം ഇല്ലായിരിക്കാം. എൻ്റെ ദൈവവിശ്വാസം എന്ന് പറയുന്നത്, ഞാനൊരു എന്തോ ഒരു ശക്തിയിൽ ഞാനിങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു ശക്തി നമ്മളെ മുന്നോട്ട് നടത്തുന്നു എന്നുള്ള എൻ്റെ ഒരു ആശ്വാസമാണ് എൻ്റെ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന വാദത്തോടൊന്നും ഞാൻ കൂട്ടുനിൽക്കുന്നില്ല. പക്ഷേ ദൈവമേ, നീ കണ്ടില്ലേ, നീ കണ്ടിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞു പോകില്ലായിരുന്നല്ലോ എന്നൊരു ഒരു നെഞ്ചിലൊരു നിലവിളി കുരുങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. ഇന്ന് 10 മണിക്കായിരുന്നു മുകേഷിൻ്റെ ശവസംസ്കാരം. ഒരു കുട്ടിയാണ്, ബന്ധുവിൻ്റെ കുഞ്ഞു കുട്ടിയാണ് കർമ്മങ്ങളൊക്കെ ചെയ്തതും ചിതയ്ക്ക് തീ കൊളുത്തിയതും. പരപ്പനങ്ങാടിയിലാണ് മുകേഷിൻ്റെ സ്ഥലമെന്ന് ഞാൻ വാർത്തയിൽ നിന്നാണ് അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഒരു കാര്യവും ഞാൻ അങ്ങോട്ട് ആരോടും സംസാരിക്കാറില്ല. എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുന്നതിൻ്റെ മറുപടി മാത്രമാണ് ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുള്ളത്. ഞാനിപ്പോൾ ആലോചിച്ചു, അവരൊക്കെ ഇല്ലാതായി കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളായിരിക്കും, നമ്മൾ മിണ്ടാതിരുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് എന്നത്. ഞാൻ മിണ്ടിയിരുന്നില്ലല്ലോ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നില്ലല്ലോ, എനിക്ക് മെസ്സേജ് അയച്ചതിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തോ എന്നൊക്കെ ഞാനിപ്പോൾ എടുത്തു വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. എനിക്കറിയില്ല. എൻ്റെ സങ്കടങ്ങൾക്കും എൻ്റെ വേദനകൾക്കും മുന്നിൽ ഞാൻ ഒന്നിനും ഒരു അധിക വില കൊടുക്കുന്നില്ല എന്നുള്ളത് എൻ്റെ തന്നെ കുറ്റമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളേവരോടും എനിക്ക് പറയാനുള്ളത്, ഈ കാട്ടാനയുടെ ആക്രമണവും അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണവും ഒന്നും നിൽക്കാൻ പോകുന്നില്ല, ഇങ്ങനെ തന്നെ തുടരും. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവനെ നിങ്ങൾക്ക് ഭൂമിയിൽ അവശേഷിപ്പിച്ച മനുഷ്യരുടെ വേദന നിങ്ങൾക്കറിയില്ല. നിങ്ങളങ്ങ് കടന്നു പോകും, നിങ്ങൾ ഇല്ലാതായി പോകും. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ഈ ലോകത്ത് നിന്നേ പോകും. പക്ഷേ നിങ്ങൾക്ക് ശേഷം ഇവിടെ ഉരുകി ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ടാവും. എല്ലാ മനുഷ്യരും ഒരുമിച്ച് തിരിച്ചു പോയെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഈ മരണം വല്ലാത്തൊരു ശൂന്യതയാണ് നമുക്ക് തരുന്നത്. അങ്ങനെ തന്നെയാണ് മുകേഷിൻ്റെ മരണവും. മാതൃഭൂമിയിൽ നന്നായിട്ട് ന്യൂസിൽ എപ്പോഴും പറയുന്നുണ്ട്, പറ്റുന്നവർ മുകേഷിനെ കുറിച്ച് ഒന്ന് കാണണം കേട്ടോ. പിന്നെ മുകേഷിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അതെൻ്റെ എൻ്റെ ഒരു ഭയങ്കര ഒരു ആവശ്യമാണ്. ഞാൻ ആ മനുഷ്യനോട് കുറേ നേരം സംസാരിച്ചിരിക്കണമായിരുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. 34 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു വലിയ കണ്ടൻറ്റുള്ള വീഡിയോ ഒന്നുമല്ല. പക്ഷേ ഞാനിതിൽ നിന്നിട്ടൊരു മെസ്സേജ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. നമ്മളോട് സ്നേഹമായിട്ടിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക തന്നെ വേണം എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം, സുഖമാണോ എന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കഴിച്ചോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിത നിലവാരം എന്ത്, ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന സാഹചര്യം എന്ത് എന്നൊക്കെ നമ്മൾ തിരക്കിയിരിക്കണം എന്നുള്ളതാണ്. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയോ ഈ വീഡിയോ ഷെയർ ചെയ്യുകയോ ഒന്നും വേണ്ട. ഇതെൻ്റെ ഒരു കുഞ്ഞു സങ്കടം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണ്. നിങ്ങൾ ആ മനുഷ്യന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തോടുള്ള കൊതി നമ്മൾ നിർത്തുക. നമ്മൾ ഏത് നിമിഷവും ഇല്ലാതായി പോകുന്ന മനുഷ്യരാണ് എന്ന ചിന്ത നമ്മുടെ മുന്നിലുണ്ടാവണം. നമ്മൾ നിസ്സഹായരായ മനുഷ്യരാണെന്ന ചിന്തയുണ്ടാവണം. ആ ശക്തിയോട് ഉള്ളറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. നിങ്ങൾ സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ദീജ.